ഷിബിലിക്ക പഠിക്കുന്ന കാലത്ത് ഒരു കോണിലാണെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ അത് അത്യാവശ്യം ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട്. എന്റെ ജൂനിയർ ബാച്ചസിൽ കൂടുതൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസ്, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റും വിത്ഡ്രോവൽ എഫക്റ്റും എല്ലാം പഠിക്കുന്ന ആൾക്കാർ, ഡോക്ടർമാരാണ്. അതെ, ഈ ആളുകൾ തന്നെ അതിന്റെ ഒരു നെഗറ്റീവ് ലെവലിലോട്ട് പോവാന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം വർക്ക് ആവുന്നില്ല. എന്തൊരു പ്രശ്നം വരുമ്പോഴും ആളുകൾ ജെൻസിയെ കുറ്റം പറയും. പക്ഷെ ഞാൻ പറയുന്നത് ജെൻസി അല്ല കുറ്റക്കാര്. കാരണം എന്താ പറയുക, സാഹചര്യങ്ങളായിരിക്കും. ജെൻസിയെ ലീഡ് ചെയ്യുന്നത് 90s കിഡ്സ് ആണ്. ദേ ആർ കോസിങ് ട്രബിൾ. നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ ബിലാൽ ഹുസൈൻ. ഞാൻ ഡോക്ടർ ഷിബിലി. ഞങ്ങൾ രണ്ടുപേരും MBBS ഡോക്ടേഴ്സ് ആണ്, പ്ലസ് ടീച്ചേഴ്സുമാണ്. ഞാൻ ഏകദേശം 8 വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഷിബിലിക്ക ഒരു 12 വർഷമായിട്ട്. ഹീസ് മൈ സീനിയർ ഇൻ മെഡിക്കൽ കോളേജ്. നമ്മുടെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ലഹരിയുടെ അതിപ്രസരവും അതുവഴി ഉണ്ടാകുന്ന ക്രൈമുകളും തന്നെയാണെന്ന്. നോക്കൂ, പൊതുസ്ഥലത്തെ കഞ്ചാവ് ഉപയോഗം ചോദ്യം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ 14 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ കുത്തിക്കൊന്നു എന്ന വാർത്ത കേട്ടാണ് ഈ ന്യൂ ഇയറിന് കേരളം ഉണർന്നത്. പിന്നീട് കഴിഞ്ഞ 2 മാസം കൊണ്ട് 1 ഡസണിലധികം മനുഷ്യരാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ച ചെറുപ്പക്കാരുടെ ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ടത്. ഇപ്പൊ ഇന്നലെ 5 ആളുകളെയാണ് ഒരു ചെറുപ്പക്കാരൻ കുത്തി ഒരു ദിവസം കൊണ്ട് കൊല്ലുന്നത്. പല രീതിയിൽ തലക്കടിച്ചാണല്ലേ കൊല്ലുന്നത്. അയാളുടെ ലഹരി ഉപയോഗത്തെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. പക്ഷെ അതല്ലാത്ത ഇൻസിഡന്റുകൾ തന്നെ, ഇപ്പോൾ കോഴിക്കോട് ഒരു ഉമ്മയെ എനിക്ക് ഭയങ്കര വൈകാരികമായി തോന്നിയ ഒരു കാര്യമാണ്. അവന്റെ ഉപ്പ ഉപേക്ഷിച്ചു പോയ ഒരു പയ്യനാണ്, അവൻ്റെ ഉമ്മയാണ് അവനെ നോക്കി വളർത്തിയത്. ആ ഉമ്മ ക്യാൻസറിന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയെ തല വെട്ടി പൊളിച്ചാണ് കൊല്ലുന്നത് ഇവിടെ താമരശ്ശേരിയിൽ. എന്നിട്ട് ആ കൊലപാതകം കഴിഞ്ഞ് ചാനലുകാരോട് പ്രത്യേകമായിട്ടുള്ള ചില ഒരു ആക്ഷൻ, എന്താ പറയാ, നമ്മുടെ മനസാക്ഷിയെ നെട്ടിക്കുന്ന രീതിയിലാണ്. എത്രയോ കേസുകൾ, കൊല്ലത്ത് ഒരു പയ്യൻ അമ്മയെയും മുത്തശ്ശനെയും കഴുത്തറുത്ത് കൊല്ലുന്നു. ഇങ്ങനെ കേസുകൾ വളരെയധികം വർദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ഈ ന്യൂ ജനറേഷന് പറ്റിക്കൊണ്ടിരിക്കുന്നത്? ജെൻസി എന്നൊക്കെ പറയുന്നത്, ജെൻസി എന്ന് പറയണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്തൊരു പ്രശ്നം വരുമ്പോഴും ആളുകൾ ജെൻസിയെ കുറ്റം പറയും. പക്ഷെ ഞാൻ പറയുന്നത് ജെൻസി അല്ല കുറ്റക്കാര്. കാരണം എന്താ പറയുക, സാഹചര്യങ്ങളായിരിക്കും അല്ലേ. ഈ ജെൻസിയെ ലീഡ് ചെയ്യുന്നത് ആരാ? ജെൻസിയെ ലീഡ് ചെയ്യുന്നത് 90s കിഡ്സ് ആണ്. ദേ ആർ കോസിങ് ട്രബിൾ. കാരണം ഇപ്പൊ ജെൻസിക്ക് ജെൻസിയുടെ മെയിൻ റാപ്പേഴ്സിന്റെ ഏജ് നിങ്ങൾ നോക്കി നോക്ക്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. 90s കിഡ്സ് ആണ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊരു ജെൻസി ഇഷ്യൂ ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ നമ്മുടെ തലമുറ പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10 വർഷമായി കേരളത്തിൽ ലഹരി ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. അത് വളരെ നോർമൽ പ്രോസസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ പറ്റിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു, പ്ലസ് ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് കുട്ടികളോട് നിരന്തരമായിട്ട് എൻഗേജ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു പ്രായത്തിലുള്ള. സോ കുട്ടികളുടെ ഒരു അസ്പെക്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് റിയൽ സൈഡ്സ് കൂടെ പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പഠിച്ച ഒരേ കോളേജിലാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഡ്രഗ്സിന്റെ വിഷയത്തിലോട്ട് വരാൻ പറ്റുമല്ലോ അല്ലേ? ഓഫ് കോഴ്സ്, ഡ്രഗ്സ് ആണ് നമ്മുടെ മെയിൻ. ഓക്കെ, ഇപ്പൊ ഇന്ന് നടന്ന ഇൻസിഡന്റിന് ഡ്രഗ്സിന്റെ പിൻബലം ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് ഇനി വരേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഇന്ന് പോലും ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കോണില് അത് നമ്മൾ തന്നെ അറിയില്ല പലപ്പോഴും. ഇപ്പൊ വളരെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഷിബിലിക്ക പഠിക്കുന്ന കാലത്ത് ഒരു കോണിലാണെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ അത് അത്യാവശ്യം ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട്. എന്റെ ജൂനിയർ ബാച്ചസിൽ കൂടുതൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മൂല കാരണം എന്താണ്? ഇപ്പോ നമ്മളൊരു പ്രോബ്ലം പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും റൂട്ട് കോസിൽ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ആരും ഒരു ജനിക്കുന്ന സമയത്ത് തന്നെ ക്രിമിനലായിട്ട് ജനിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു സാഹചര്യങ്ങളാണ് അവരെ ഓരോരുത്തരെയും ക്രിമിനലാക്കുന്നത്. അപ്പോൾ അതിൽ പെട്ട വലിയൊരു സാഹചര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, മെയിൻലി പാരന്റിങ് ആകാം, പിന്നെ കുട്ടി ഇടപഴകുന്ന സമൂഹത്തിലുള്ള കുട്ടികളുടെ ഫ്രണ്ട്സ് ആകാം, പിന്നെ ഈ പറയപ്പെട്ട ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം ഒന്ന് നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. മീഡിയാസ് ഒരു വലിയ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല റാപ്പ് സോങ്ങുകൾ, പിന്നെ എന്തിനാണ് പറയുന്നത്, ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ പല സിനിമകൾ പേരൊന്നും പറയുന്നില്ല, കഴുത്തറുത്ത് കൊല്ലുന്നതും എല്ലാം ഇപ്പൊ ഹീറോസ്, അതാണ് ഹീറോയിസം, ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് വരെ. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം ഞാൻ പറയും അത് ലിബറലിസം ആണെന്ന് ഞാൻ പറയും. അത് ഞാനൊരു
ലിബറലിസം അല്ലെങ്കിൽ ഒരു മതപരം അങ്ങനത്തെ ഒരു കേസിലല്ല ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളെയും ഓവർ ലിബറലിസ്റ്റിക് ആയിട്ട് കാണുക. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കുറച്ച് പയ്യന്മാരൊരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ വീടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ പോയി ചോദ്യം ചെയ്യും, ഇവിടെ എന്താണ് നടക്കുന്നത്. ഒരു പയ്യനും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ചെക്കനും ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ, നമ്മൾ ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. ശരിയല്ലേ? അവരെ അടിക്കുന്നതോ തൊഴിക്കുന്നതോ അതൊന്നും ശരിയല്ല, പക്ഷെ ചോദിക്കും. അതുകൊണ്ട് നമുക്ക് സമൂഹത്തെ ഒരു പേടി ഉണ്ടായിരുന്നു അല്ലെ? ഇന്നത്തെ ഒരു അവസ്ഥ എന്താ? ആരെന്ത് ചെയ്താലും ചോദിക്കാൻ പറ്റൂല. ഞാൻ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു 1 വീക്കിന്റെ അടുത്തായി ഞാനൊരു സ്കൂളിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോയി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ആയിരുന്നു. അപ്പൊ അന്ന് എന്റെ ടീച്ചേഴ്സൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അവരെന്നെ നുള്ളിയ ആൾക്കാരുടെ അടിച്ച ആൾക്കാർ, ഞാൻ അവരോട് പറയണത് നിങ്ങൾ അന്ന് നുള്ളിയതുകൊണ്ട് ഞാൻ നന്നായത് പറയുമ്പോൾ ടീച്ചർമാർ പറയണം, കുട്ടിയെ ഇപ്പൊ പേടിയാണ് ഞങ്ങൾക്ക്. അതെ, ഇപ്പൊ അവര് പറഞ്ഞത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അവര് സിഗരറ്റ് വലിച്ച് നമ്മൾ ചോദ്യം ചെയ്താല് നാളെ ആ കുട്ടി നമുക്കെതിരെ വേറെ ഏതെങ്കിലും രീതിയിൽ കേസ് പോവും. അവനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, നമുക്കെതിരായിരിക്കും ആൾക്കാര്. അതായത് ഒരു തരത്തിലും ആരും ആരെയും ചോദ്യം ചെയ്യപ്പെടരുത്, ആർക്കും എങ്ങനെയും നടക്കാം, സമൂഹം ഒന്നിലും ഇടപെടരുത് എന്നുള്ള ആ ഒരു സാധനം വലിയൊരു ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ബിലാൽ പറഞ്ഞ പോലെ ഇപ്പൊ സദാചാരം എന്നുള്ളൊരു വേർഡ്, സദാ ആചാരം, നല്ല ആചാരം എന്നാണ് അതിന്റെ സദാചാരം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ടേം ആയില്ലേ? അതെ 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 അതെ. വലിയ സദാചാര പോലീസ് എന്നുള്ള ലെവലിലേക്ക്. അതായത് ഈ കാര്യത്തിനെ പറ്റി അഡ്രസ് ചെയ്യുന്ന ഒരാള് അയാളെ എന്ത് ലെവലിലും നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്താല് അതൊരു സദാചാരവാദി എന്നുള്ള, ഒരു സദാചാര പോലീസ് കളിക്കുന്നു അയാൾ എന്നുള്ള ലെവലിൽ അയാളെ ചിത്രീകരിക്കുന്ന ഒരു ഞാൻ എന്റെ ഒരു നന്മ എന്നുള്ള വേർഡ് ശരിക്കും നല്ലൊരു സാധനമാണ്. അപ്പൊ നന്മ എന്നുള്ള നന്മ വരും എന്നുള്ള ലെവലിൽ കാര്യങ്ങൾ അപ്പൊ ഒരു ഫ്ലിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക്. അല്ല, അപ്പൊ അതൊരു വലിയ ഫാക്ടർ ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊരു ഫാക്ടറാ. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സിനിമകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഓരോ ജനറേഷനിലും മാറി മാറി വന്ന സ്റ്റൈലുകൾ, മനുഷ്യന്റെ ഡ്രസ്സിങ് സ്റ്റൈലുകൾ എന്തിനാൽ സ്വാധീനിക്കപ്പെട്ടതാ? നമ്മൾ പഴയ ഒരു ജനറേഷൻ കാണുമ്പോൾ കാണാറുണ്ട് ജയന്റെ പാന്റ് ഒക്കെ ഇട്ടിട്ടുള്ള പഴയ ആൾക്കാരുടെ ആ ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണാം. അതെ, ഇപ്പൊ വീണ്ടും അതായത് അതെ ഇപ്പൊ ആ ഒരു ലെവലിലുള്ള സിനിമകൾ വരുന്നുണ്ട്, അങ്ങനത്തെ ഡ്രസ്സിംഗ്. അതെ, അതായത് ദേ ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മീഡിയ. ഒന്നുക ഇപ്പൊ കൊറിയൻ ഇൻഫ്ലുവൻസ് എങ്ങനെയാ ഇവിടെ വരുന്നത്? ത്രൂ മീഡിയ. കൊറിയൻ ഡ്രാമകള്, കൊറിയൻ സീരീസുകൾ, ഇതിലൂടെയാണ് വരുന്നത് ഈ കൊറിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എന്താ പറയാ കാലത്ത് ഇറങ്ങുന്ന സിനിമകൾ മനുഷ്യനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. ഇപ്പോഴത്തെ സിനിമകൾ നിങ്ങൾ ഏതും എടുത്തു, ഒരു ഹീറോ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ എന്തായാലും ഒരു സിഗരറ്റ് വലിക്കുന്നു അല്ലെ, സ്ലോ മോഷൻ, അല്ലെങ്കിൽ ഡ്രഗ് കള്ളു കുടിക്കുന്നു, എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് രണ്ടാമത്തെ ഒരു സ്വാധീന ശക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. 3 കുറച്ചുകൂടെ കൂളായിട്ടാണ് മീഡിയാസ് ചിത്രീകരിക്കുന്നത്, കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ. മീഡിയാസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് നമ്മൾ വാർത്താ മാധ്യമങ്ങളെയാണോ അല്ല, വി ആർ ടോക്കിംഗ് അബൌട്ട് സോഷ്യൽ മീഡിയ. വാട്ട്സ് ഹാപ്പനിങ് ദർ? സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ എവ്രി വൺ ഈസ് ഗെറ്റിംഗ് ബ്രാൻഡഡ് ആസ് ഇൻഫ്ലുവൻസർ. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു പോലീസൊക്കെ ഇതിൽ കുറച്ച് കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വന്നാൽ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ കണ്ടിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു സംഗതി. അത് എത്രത്തോളം ഡ്രഗ്സിന് പോലീസ് നമ്മൾ കുറ്റം പറയല്ല, പോലീസ് വരെ അതിൽ അല്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ ഒരു ഡ്രഗ് ഡീലറെ പിടിച്ചു അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നവനെ കോമൺ വാർത്തയും അല്ല പിടിച്ചു, അവൻ ആര് കൊടുത്തു, ഇതൊരു എൻഡിലേക്ക് പോയി. എന്തായാലും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും അറ്റത്തേക്ക് നമുക്ക് എത്തിക്കൂടെ? ഇതെങ്ങനെ എത്താതെ മുറിയുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം അതിന്റെ ഒരു റീസൺ അല്ലേ? അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കളികൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും സങ്കടം തോന്നിയൊരു കേസ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, നമ്മുടെ കോളേജിലൊക്കെ പഠിച്ച വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്തൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാരണമല്ലേ, പുള്ളി ഡ്രഗ് അഡിക്റ്റ് ആയിപ്പോയി. പിന്നെ അവിടുന്ന് കുറെ ഡിപ്രഷനൊക്കെ വന്ന് അപ്പൊ അത്രയും എന്താ പറയാ, അത്രയും ബ്രില്യൻ്റ് ആയ കുറെ അധികം മനുഷ്യരെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സാധനം. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേ ഇപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ ആളെ പറ്റി ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളിപ്പോ എഡ്യൂക്കേറ്റ് ചെയ്തത് കൊണ്ട് ഇത് തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയേണ്ടി വരും അല്ലെ? പറ്റില്ല. കാരണം എഡ്യൂക്കേഷൻ ഇതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസ്, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റും വിത്ഡ്രോവൽ എഫക്റ്റും എല്ലാം പഠിക്കുന്ന ആൾക്കാരാണ്. ഈ ആളുകൾ തന്നെ അതിന്റെ ഒരു നെഗറ്റീവ് ലെവലിലോട്ട് പോവാന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം വർക്ക് ആവുന്നില്ല എന്നാണ്
അല്ല എഡ്യൂക്കേഷൻ വർക്ക് ആവൂല. എഡ്യൂക്കേഷൻ നമ്മളെല്ലാം പറയും എഡ്യൂക്കേഷൻ കൗൺസിൽ. ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറയാം. സെക്സ് എഡ്യൂക്കേഷൻ ഒരുപാട് കൊടുത്തത് കൊണ്ട് ഒരു സമൂഹത്തിൽ സെക്ഷൽ ക്രൈമുകൾ, റേപ്പുകൾ കുറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അമേരിക്ക പോലെയുള്ള കൺട്രീസിന്റെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സെക്ഷൽ ക്രൈമുകൾ ഒരു പരിധി വരെ നമ്മളെ സ്ട്രൈക്ക് റേറ്റ്, ഇന്ത്യക്ക് ഇക്വലന്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് അവിടെ ഉണ്ട്. അതെ അതെ. അപ്പൊ സെക്ഷൽ എഡ്യൂക്കേഷൻ, ഐ മീൻ ക്രൈം റിലേറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അറിവ്, നമ്മൾ പറയില്ലേ അറിവ് ഈസ് നോട്ട് ഈക്വൽ ടു തിരിച്ചറിവ്. കുറച്ചുകൂടെ ഒരു വാല്യൂസ് ഇമ്പാർട്ട് ചെയ്യുക, എന്താണ് ഇതിന്റെ വരുംവരായതുകൾ, ഒരു സമൂഹമായി ഒരു സാമൂഹ്യ ജീവി എന്നുള്ള ലെവലിൽ മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഒരു അഡൾട്ട് ആയിട്ടുള്ള ആൾക്ക് ഇമ്പാർട്ട് ചെയ്യാന്നതിനേക്കാൾ കുറച്ചുകൂടെ കുട്ടികൾ മുതൽ നമ്മൾ ഇത് തുടങ്ങണം എന്നുള്ളത്. റൈറ്റ്. ഇവർക്ക് എഡ്യൂക്കേഷന്റെ കാര്യം പറയുമ്പോൾ ഞാൻ തമാശയായിട്ട് ഓർക്കുന്നതാ, സിഗരറ്റിന്റെ പാക്കറ്റിൽ ക്യാൻസറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം സിഗരറ്റ് 70% ക്യാൻസറിന് കാരണമാവുന്ന അറിയാം. ബട്ട് സ്റ്റിൽ ആൾക്കാർ, കാരണം മനുഷ്യൻ ബേസിക്കലി വികാര ജീവികളാണ്, വിവേക ജീവികളല്ല. അപ്പൊ നമുക്കറിയാം നാളെ പരീക്ഷ ഉണ്ട്, പഠിച്ചില്ലെങ്കിൽ പാസ്സാവില്ല എന്നറിയാം, പക്ഷെ പഠിക്കാൻ തോന്നൂല അല്ലേ? ഫുൾ ടൈം ഇന്ന് പഠിച്ചാൽ, ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിലെ കുട്ടികൾക്ക് അറിയാം ഫുൾ ടൈം പഠിച്ചാൽ എൻട്രൻസ് കിട്ടും, ഫുൾ ടൈം പഠിച്ചു, പക്ഷെ അവർ ഫുൾ ടൈം പഠിക്കൂല. അത് മനുഷ്യന്റെ സ്വാഭാവികത. സോ ദ തിങ് ഈസ്, നമ്മൾ അസ് എ സൊസൈറ്റി മറ്റേതൊരാളെ കണ്ണിൽ പൊടിയിടാൻ പറയുന്ന പരിപാടിയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇനി സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഇനി സ്കൂളുകളിൽ ലഹരി മുക്ത എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, എന്താ പറയുക സൊല്യൂഷൻ. അത് ഇറ്റ്സ് നോട്ട് ഇവൻ എ സൊല്യൂഷൻ. അതെ, താൽക്കാലിക കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം മാത്രമാണ്. ഇതിന് ഞാൻ പറയുന്നു സമൂഹം എന്ന നിലക്ക് നമ്മളൊരു ഹോൾ, ഒരു കൂട്ടമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ സമൂഹത്തിനൊരു റോള് വേണം. സമൂഹത്തിന്റെ റോളിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഒന്നും സാധ്യമാവില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പ്ലസ് പാരന്റിങ് ലെവലിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പാരന്റിങ് ലെവൽ മുതൽ തുടങ്ങണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഇഷ്യൂസ് വരാം എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഒരു ലെവലിലോട്ട് എന്തുകൊണ്ട് ഒരാൾ പോകുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ നമ്മൾ അഡോളസെന്റ് ഫേസിലാണ് കുട്ടികൾ അതിലോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരിധി വരെ ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് പല കുട്ടികളും ഇത് തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന മൊമെന്റിനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു സൊല്യൂഷൻ. ആ തുടങ്ങുന്ന മൊമെന്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ മകനോട് അല്ലെങ്കിൽ മകളോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് നിങ്ങളായിരിക്കണം. തീർച്ചയായും നിങ്ങളുടെ മകനോ മകൾക്കോ എന്തും നിങ്ങളോട് പറയാൻ പറ്റണം. അങ്ങനെ ആവുമ്പോൾ അയാൾ എന്തും നിങ്ങളോട് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അയാൾ പുതിയ ഫ്രണ്ട്സിനെ തേടി പോകില്ല. പല കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ഇതാണ്. അല്ല, ഒരു പരിധി വരെ ഒരു അൺസപ്പോർട്ടീവ് ഫാമിലി, ഒരു അൺസ്റ്റേബിൾ ഫാമിലി, ഒരു മര്യാദയ്ക്ക് ഒരു പാരന്റിങ് കിട്ടാത്ത, ഒരു കെയർ കിട്ടാത്ത ഒരു കുട്ടി തീർച്ചയായും ഇതിലോട്ട് പോകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു കുട്ടിക്ക് ഇതിന്റെ ഒരു ഷെൽട്ടർ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി എന്തായാലും അതിലോട്ട് പോകും. അപ്പോൾ പാരന്റിങ് ലെവലിൽ അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ഈ പാരന്റ്സിനെ കുറ്റം പറയുമ്പോഴേ നമ്മുടെ നാട്ടിലെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ വശമുണ്ട്. പലരും സാധാരണ ഒരു കാര്യം പറയാനുള്ളത്, ഡ്രഗ് അബ്യൂസിലോട്ട് പോകുന്ന എല്ലാവർക്കും ബാഡ് പാരന്റ്സ് ആണ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു കാര്യം വരും. ഇപ്പൊ എന്റെ ഒക്കെ കേസിൽ എന്ന് പറഞ്ഞാല്, ഞാൻ ഒറ്റക്ക് പണിയെടുത്ത്, ഞാൻ എൻ്റെ 6ാം ക്ലാസ് മുതൽ ഞാൻ എന്നെ പള്ളിയിൽ കൊണ്ടാക്കി അവിടെ പഠിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 10ാം ക്ലാസ് മുതൽ ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഒറ്റക്ക് പോയി ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ കോഴിക്കോട് എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അൺസപ്പോർട്ടീവ് ഫാമിലി ഉള്ളത് കൊണ്ട് എല്ലാവരും പോകും നമുക്ക് പറയാൻ പോകുന്ന എല്ലാവരും അൺസപ്പോർട്ടീവ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ പാരന്റ്സ് ഇപ്പൊ പലരും പാവങ്ങളൊക്കെ ആയി ജീവിക്കുന്നവരായിരിക്കും. അല്ലാത്ത പാരന്റ്സ് തന്നെ ഇത് ഡോണ്ട് നോ എങ്ങനെ പാരന്റിങ് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. സത്യം മക്കളോട് ഭയങ്കര പാരന്റിങ് സത്യം പറഞ്ഞാൽ ഇപ്പൊ കോഴ്സുകൾ വരെ ഉണ്ട് അല്ലേ? പാരന്റിങ് ഞാൻ കണ്ടു, ഓൺലൈനിൽ കോഴ്സുകൾ വരുന്നുണ്ട്. ഈവൻ നമ്മൾ പറയപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരെ പേഴ്സണാലിറ്റി ചേഞ്ചസ് അടക്കി നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്നാണ് വരുന്നത് പറയുന്നുണ്ട്. നമുക്ക് വരുന്ന കുട്ടിക്കാലത്ത് വരുന്ന ചെറിയ ചെറിയ ഇൻസിഡൻസുകൾ കാരണമാണ് നമുക്ക് അഡൾട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പല ലെവലിലോട്ടും പോകുന്നുള്ള പഠനമാണ്. ഒരു ഐഡിയൽ പാരന്റ് ഐഡിയൽ പാരന്റ് എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പലപ്പോഴും ഐഡിയൽ എന്നുള്ള സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഐഡിയൽ ആകാനുള്ള ശ്രമങ്ങൾ ഓരോ പാരന്റ്സും ചെയ്യുക എന്നുള്ളത് ഇതിന്റെ സൊല്യൂഷൻ ആണെന്നാണ്. അതായത് നമ്മുടെ മകനോ മകളോ അവളുടെ എന്ത് സീക്രട്ട് ഉണ്ടെങ്കിലും അത് ആദ്യം ഷെയർ ചെയ്യുന്ന ആൾ നമ്മളാവണം. ആ ഒരു കാരണം അതൊരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു നീഡാണത്, വേറെ നിവർത്തിയില്ല. തീർച്ചയായും അങ്ങനെ ആവില്ല, നിവർത്തിയില്ല. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ വേറെ എവിടെയോ എത്തിയിട്ട് അവളുടേതൊക്കെ അല്ലെങ്കിൽ അവൻ്റെതൊക്കെ വേറൊരാളുടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അയാളെ നയിക്കുന്ന വഴിയിലായിരിക്കും അയാൾ പോകുന്നത്. ഇത് പറയുന്നത് ഞാൻ ഇവിടെ ഒരു പാരന്റിങ്ങിന്റെ ഒരു ക്ലാസ്സിൽ എന്തോ കേട്ടതാന്ന് തോന്നുന്നു. ഒരു വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആള് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് ഇൻസിഡന്റ് ആണെങ്കിൽ, ഒരു 2 വയസ്സായ കുട്ടി ഗ്ലാസ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ആദ്യം ചെയ്യുന്ന റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചു നമ്മളോട്. അപ്പൊ നമ്മളൊക്കെ കുട്ടി കരയുന്ന, അപ്പൊ ആള് പറഞ്ഞത് കുട്ടി കരയല്ല, പാരന്റ്സ് പാരന്റ് ചെയ്യുന്നത് കുട്ടി അനലൈസ് ചെയ്യും.
ഇപ്പൊ പാരന്റ് ആ സ്പോട്ടിൽ ഈ കുട്ടീനെ ഫയർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ഭാവിയിൽ ഏത് ലെവലിലേക്ക് പോകുന്ന വെച്ചാൽ ആ കുട്ടിക്ക് ഈ പറയപ്പെട്ട ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അത് പാരന്റ്സിനോട് അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. നേരെ മറിച്ച് ആ കുട്ടീനോട് ഇത് കുഴപ്പമില്ല കേട്ടോ, ഇനി ആവർത്തിക്കരുത് കേട്ടോ എന്ന് പറയുന്ന ലെവലിലാണെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര ആ പാരന്റ്സ് ഭയങ്കര ഷെൽട്ടർ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ആ കുട്ടി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ലെവലിലോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫെയിലേഴ്സ് വരികയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ലെവലിലോട്ട് ആ കുട്ടി വരും. കുട്ടി കാര്യങ്ങൾ പാരന്റ്സിനോട് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഒരു പറയപ്പെട്ട ലെവലിലോട്ട് പോകാനുള്ള ഡ്രഗ് അബ്യൂസ് പോലുള്ള സംഗതിയിലോട്ട് പോകാനുള്ള സാധ്യത കുറക്കും. അപ്പൊ ഇതൊരു വലിയൊരു ഘടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് നമ്മളൊരു പാരന്റിങ് മുതൽ തുടങ്ങണം. സമൂലമായിട്ട് സമൂഹം മൊത്തം ഒന്നിച്ച് പൊരുതേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പാരൻസ് വേണം, അധ്യാപകർ വേണം, നിയമ സംവിധാനങ്ങൾ വേണം, സമൂഹം മൊത്തം വേണം. അങ്ങനെ നമ്മുടെ സമൂഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ട, ലഹരിയിൽ നിന്ന് മുക്തമാവുക പൂർണ്ണമായിട്ടും നമുക്കൊരു പക്ഷെ പറയാൻ പറ്റൂല, പക്ഷേ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സമൂഹമായി അടുത്ത് തന്നെ മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു.